ഇന്നൊരു ബീഫ് ബോൾ ഉണ്ടാക്കിയാലോ? എപ്പോഴും ഒരേ സ്നാക്സ് കഴിച്ച് മടുത്ത ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കൂടിയുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം എണ്ണ ചൂടാക്കി ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി അങ്ങനെ ഓവർ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പേസ്റ്റാണ് നല്ലത്, ചതയ്ക്കുന്നതിനേക്കാൾ നല്ലത് പേസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി വേവിച്ച ബീഫ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഒറിഗാനോയും കുറച്ച് റെഡ് ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സ്വീറ്റ് ചില്ലി സോസ്, പിന്നെ സോയ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് വേണ്ടത്. മസാലയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കേട്ടോ എടുത്തത്. ലാസ്റ്റ് ഇതിലേക്ക് ഇടുന്നത് ചീസാണ്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിത് 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ഇനി മുട്ടേൻ്റെ വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓരോ ബോൾസും മുട്ടേൻ്റെ വെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി എണ്ണ ചൂടാക്കി നല്ലോണം ചൂടായി വരുമ്പോൾ ഓരോ ബോൾസും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബീഫ് കൊണ്ടോ ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.